Hello dear JEE aspirants, welcome back to EduPod. Actually, നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ JEE പ്രിപ്പറേഷൻ സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ലൈഫും അതോടൊപ്പം തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കോളേജിൽ കയറിയ ലൈഫ് ആഫ്റ്റർ JEEയുമാണ്. സോ കംപ്ലീറ്റ്ലി നമ്മളെല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ലക്ഷക്കണക്കിന് കുട്ടികൾ ആക്ച്വലി JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. അതോടൊപ്പം തന്നെ അതിൽ എല്ലാവരും ഒന്നും ആക്ച്വലി എന്താവുന്നില്ല, ക്രാക്ക് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് ആക്ച്വലി ആ ഒരു ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് നമ്മളെ എത്തിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ആയിരിക്കും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് ബിഫോർ JEEനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ടതുണ്ടാവില്ല. ആക്ച്വലി നമ്മൾ മോർണിംഗിൽ എണീക്കുന്നു, ദെൻ സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് പോകുന്നു, കോച്ചിങ് നേടിയെടുക്കുന്നു, ദെൻ അതിനുശേഷം സെൽഫ് സ്റ്റഡി, മോക്ക് ടെസ്റ്റ്, ദെൻ സ്ലീപ്പ്. ഇതായിരിക്കും ഇതിങ്ങനെ ഈ ഒരു റൂട്ടീൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് ഡെയിലി വരികയായിരിക്കും. ഇനി ഇതിൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എക്സാമും കൂടെ ആക്ച്വലി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും ആക്ച്വലി ഒരു 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെ, 14 എന്നാണ് ഇത്, എന്നാലും ഒരു 16 മണിക്കൂർ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് 16-ലധികം പഠിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് റെലൻലെസ് ആയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ഒരു കോൺസ്റ്റന്റ് ഇവാലുവേഷൻ, ആ ഒരു റാങ്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രഷറും സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ റിഗ്രസ് ആയിട്ടുള്ള സിലബസ്, ഡീപ്പ് മാസ്റ്റർ ഓഫ് NCERTയിൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മാസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ സാക്രിഫൈസിങ് ലെഷർ ടൈം, അതായത് നമ്മുടെ ഒരു ഫ്രീ എൻജോയ്മെന്റ് ചെയ്യേണ്ട പല ടൈമുകളും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, സാക്രിഫൈസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടാവും. പിന്നെ ഇറിറ്റേറ്റീവ് ഇൻ ദ സെൻസ്, ഞാൻ ഉദ്ദേശിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് റീകോൾ ചെയ്ത് ആ ഒരു മോഡിലായിരിക്കും നമ്മുടെ ഒരു സ്റ്റഡി എന്ന് പറയുന്നുണ്ടാവുക. ലൈറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് നമ്മൾ ഒരുപാട് ആക്ച്വലി നന്നായിട്ടൊരു പ്രഷറും നന്നായിട്ടൊരു വർക്കും എഫേർട്ടും സാധനങ്ങളും ഒക്കെ എടുക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും ആക്ച്വലി നമ്മുടെ JEE പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മെന്റൽ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ പല സമയങ്ങളിലും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും അതോടൊപ്പം തന്നെ ഇതിന് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരുപാട് സെൽഫ് ഡൗട്ടുകൾ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതല്ലാതെ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ട് ചില ദിവസങ്ങളിൽ 16-16-16-ലധികവും മണിക്കൂറുകൾ ചിലപ്പോൾ പഠിക്കാൻ സാധിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് രാവിലെ എണീക്കുന്നു, ദെൻ നമ്മൾ കോച്ചിങ് അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് പോകുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ദെൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്നു, ദെൻ സ്ലീപ്പ് ചെയ്യുന്നു, വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. ദെൻ അതിന് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കും. ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ടാവും ലൈഫ് ബിഫോർ JEE. പിന്നെ നമ്മൾ JEE ബിൽഡ് ചെയ്യുന്ന മോർ ദാൻ ജസ്റ്റ് ഒരു റാങ്ക് എന്നതിലുപരി ആക്ച്വലി നമുക്ക് ഒരു അതായത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഓരോ JEE ആസ്പെക്റ്റിനോട് നമ്മൾ ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം അവന് ടൈം മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആ ഒരു JEE ആസ്പിറന്റ് ആയതിനു ശേഷം അവൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഒരു പക്ഷേ നമ്മൾ പഠിക്കാത്ത രീതിയിലുള്ള പല എങ്ങനെയൊക്കെ പ്രോബ്ലങ്ങൾ വരാം എന്നുള്ളതൊക്കെ ആലോചിച്ച് ആ രീതിക്ക് ആ ഒരു പഠനത്തിന്റെ മോഡ് തന്നെ ഒരു പ്രോബ്ലം സോൾവിങ് ലെവലിലേക്ക് മാറിയിട്ടുണ്ടാകും. ദെൻ പേഷ്യൻസ് വളരെ, അതായത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത്രയും അത്ര റാങ്കിലേക്കോ അല്ലെ അത്ര മാർക്കിലേക്കോ എത്താതിട്ടും നമ്മൾ ആ ഒരു പേഷ്യൻസ് കീപ്പ് ചെയ്ത് വീണ്ടും പഠിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. ദെൻ ഡിസിപ്ലിൻഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ദെൻ റെസിലിയൻസും പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ്, അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ രീതിക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യനുകൾ വരാം, ആ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങും സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു JEE പ്രിപ്പറേഷൻ സമയത്ത് ഉയർത്തിയിട്ടുണ്ടാകും. ദെൻ ലൈഫ് ബിഫോർ JEEയിലേക്ക് വരികയാണെങ്കിൽ കോച്ചിങ്, പ്രാക്ടീസ്, ദെൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ദെൻ PCMB അതായത് PCMൽ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ നമ്മളിങ്ങനെ തിയറി റിവൈസ് ചെയ്യുന്നു, ദെൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആ ഒരു മോഡിലായിരിക്കും നമ്മുടെ. പിന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള റുട്ടീനുകളായിരിക്കും. ദെൻ റാങ്ക്, ടെസ്റ്റിന്റെ സ്കോർ വരുമ്പോഴുള്ള പ്രഷർ, ആ ഒരു രീതിക്കായിരിക്കും ആക്ച്വലി നമ്മുടെ ലൈഫ് ബിഫോർ JEE എങ്കിൽ. ലൈഫ് ആഫ്റ്റർ JEEയിലേക്ക് പോകുമ്പോൾ റിയൽ വേൾഡ് പ്രൊജക്റ്റുകൾ, നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഹാക്കത്തോണുകൾ, ഫെസ്റ്റുകൾ, ടെക് ഫെസ്റ്റ്, കൾച്ചറൽ ഫെസ്റ്റ്, ആ രീതിക്ക് ഒരുപാട് സാധനങ്ങൾ. ദെൻ കോർ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനുകളെ പറ്റിയിട്ട് നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കൽ. ദെൻ കംപ്ലീറ്റ് ഓട്ടോണമി, ഭയങ്കരമായിട്ടുള്ള ഫ്രീഡമാണ് ആക്ച്വലി NITകളിലും IITകളിലും ഒക്കെ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദെൻ വെൻ കമ്പയറിംഗ് ടു നമ്മുടെ സൊസൈറ്റികളിൽ നിന്ന് ഒരു വേറെ തന്നെ ഒരു വേൾഡിലേക്ക് പോയ ഒരു ഫീൽ ആയിരിക്കും ആക്ച്വലി നിങ്ങൾ ആ ഒരു NIT അല്ലെ IIT ഒക്കെ പോലെയുള്ള പ്രീമിയം ക്യാമ്പസുകളിലേക്ക് എത്തിച്ചേർന്നാലുണ്ടാവുക. ദെൻ സ്കിൽ ബിൽഡിംഗ് ആൻഡ് കരിയർ ഓണർഷിപ്പ്, നമ്മൾ പല രീതിക്കുള്ള സ്കില്ലുകൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ NITകളിൽ നിന്നോ IITകളിൽ നിന്നോ ഒക്കെ ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പേഴ്സണലി ഞാൻ NIT കാലിക്കറ്റ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ എൻ്റെ ഒരു ഫസ്റ്റ് ഇയർ ജേർണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഗസ്റ്റിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നമുക്ക് ക്ലാസ്സുകളായിരുന്നു. ദെൻ ഡിസംബറിൽ നമുക്ക് സെം
ബ്രേക്ക് കിട്ടി ഈ ഒരു മന്ത്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് തത്വ എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ്, അതായത് ഏതാണ്ട് 2.5 കോടിയോളം രൂപയുടെ ആ ഒരു ഫെസ്റ്റ് ആണ് ആക്ച്വലി തത്വ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിൽ ഇനി അവിടുത്തെ കലണ്ടർ പറയുകയാണെങ്കിൽ ഏതാണ്ട് നമുക്ക് വീക്ക്ലി 5 days ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിൽ ഫോർനൂൺ, അതായത് എനിക്ക് ആഫ്റ്റർനൂൺ ആയിരുന്നു ക്ലാസ്. ഒന്നുകിൽ ആഫ്റ്റർനൂൺ ബാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർനൂൺ ബാച്ച് ആയിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഒന്നുകിൽ മോർണിംഗിൽ ഒരു 4 മണിക്കൂറൊക്കെ മാക്സിമം ക്ലാസ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അത് കുറച്ചിട്ട് 3 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 2 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മാക്സിമം പോയ ഒരു ദിവസം നമുക്ക് 4-5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം ബാക്കിയുള്ള ടൈം ആക്ച്വലി നമുക്ക് ഫ്രീ ആയിരിക്കും. പക്ഷെ ആ ഒരു സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പലരും സ്കില്ലും സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന, പുറത്തുനിന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവെയർ ആവുന്നത്. അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടും, അതായത് മോർ ദാൻ സ്റ്റഡീസ് നമ്മൾ ഒരുപാട് വേറെ സ്കില്ലുകളും, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഏതാണോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ്, ആ ഫീൽഡിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആക്ച്വലി ആ ഒരു സമയമായിരിക്കും നമ്മൾ, അതായത് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഏതാണ്ട് 24 hours ഉണ്ടല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ആ 24 hours ഒരു 4 to 5 hours, അതായത് 19 hours ബാക്കിയാണ്. അപ്പോൾ അതിൽ സ്ലീപ്പും സാധനങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ മാക്സിമം നമുക്ക് എന്തൊക്കെ സ്കില്ലുകൾ ആർജിച്ചെടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയമായിരിക്കും. ഇനി ആ ഒരു ഡിസംബർ എന്ന് പറഞ്ഞാൽ ഒരു മന്ത് ഫുള്ള് ബ്രേക്ക് ആയിരിക്കും. പിന്നെ ജാനുവരി മുതൽ ഏപ്രിൽ വരെ, ദെൻ ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഏതാണ്ട് 3 മാസം നമുക്ക് ബ്രേക്ക് ആയിരിക്കും. ഏതാണ്ട് 3 months ബ്രേക്ക് കിട്ടും. അപ്പോൾ ആക്ച്വലി ഒരു വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ഡേ മാത്രമേ നമുക്ക് എല്ലാ ക്ലാസ്സുകളുള്ള സമയങ്ങളിലുള്ളൂ. ഇനി ലാബുകൾ വരികയാണെങ്കിൽ ഫുൾ ഡേ ചിലപ്പോൾ ഉണ്ടാകും. ദെൻ ബാക്കി പറയുകയാണെങ്കിൽ 3 മാസം പ്ലസ് 1 മാസം, ഏതാണ്ട് 4 മാസം കംപ്ലീറ്റ്ലി നമുക്ക് ബ്രേക്കും കിട്ടും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഒരുപാട് സമയമാണ് മോർ ദാൻ അക്കാഡമിക്സ് പല കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് സമയം കണ്ടെത്താനുള്ള ഒരു ഇതും കൂടെ ആക്ച്വലി NIT-കളിലും IIT-കളിലും നമുക്ക് ആ ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദെൻ എന്തുകൊണ്ട് സ്റ്റുഡൻസ് IIT-കൾ അല്ലെങ്കിൽ NIT-കൾ ഡ്രീം ചെയ്യണം എന്ന് ചോദിച്ചാൽ ആക്ച്വലി അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതായിട്ട് പിയർ ഗ്രൂപ്പാണ്. അതായത് ആക്ച്വലി എല്ലാവരും എന്ത് ചെയ്തായിരിക്കും, JEE അല്ലെങ്കിൽ അതുപോലെ പോലത്തെ ഏറ്റവും നല്ല, അതായത് NIT-കളിൽ എത്തുകയാണെങ്കിൽ JEE മെയിൻസ് ക്രാക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. IIT-കളിൽ എത്തുകയാണെങ്കിൽ അവർ JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പൊ അത്രയും പ്രീമിയം ആൾക്കാരുമായിട്ടായിരിക്കും എന്തുണ്ടാവുക, നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പും സാധനങ്ങളും ഒക്കെ അത്രയും പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ദെൻ അലൂമിനി നെറ്റ്വർക്കിംഗ് നന്നായിട്ടുണ്ടാവും. ഇപ്പൊ NIT-കളിലെ അലൂമിനീസ് അല്ലെങ്കിൽ IIT-കളിലെ അലൂമിനീസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാകും. ദെൻ ഇന്റേൺഷിപ്പ്, ഹയർ കോർപ്പറേറ്റ് എക്സ്പ്ലോഷറുകൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പുകളിലൂടെ കിട്ടും. ദെൻ ടോപ്പ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സ് വരും. ദെൻ ഹയർ ഗ്ലോബൽ മാസ്റ്റേഴ്സ് ആൻഡ് PhD-യിലേക്കുള്ള പാത്വേ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അതോടൊപ്പം തന്നെ ലാബ് ഫെസിലിറ്റീസ്, ദെൻ പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഒരു സർക്കിളിൽ ഒരു 5 ആൾക്കാരുടെ ആവറേജ് ആണ് നമ്മൾ എന്നാണ് നോർമലി പറയാറുള്ളത്. അപ്പോൾ ആ ഒരു ആവറേജിന്റെ അളവ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ സർക്കിളിൽ ചിലപ്പോൾ അതായത് പാൻ ഇന്ത്യ ലെവലിലെ ആൾക്കാർ ആയിട്ടൊരു കണക്ഷൻ, നെറ്റ്വർക്കിംഗ്, അതൊക്കെ നിങ്ങൾക്ക് കൂടാൻ സഹായകരമാകും. ദെൻ സ്റ്റാർട്ടപ്പ് കൾച്ചേഴ്സ്, നമുക്കറിയാവുന്ന പല സ്റ്റാർട്ടപ്പുകളും IIT-കളും NIT-കളും ഒക്കെ പോലത്തെ പ്രീമിയം സ്ഥാപനങ്ങളിൽ പഠിച്ച ആൾക്കാരുടേതാണ്. ദെൻ ആ ഒരു റെക്കഗ്നേഷൻ, അതായത് നാഷണൽ വൈഡ് ആയിട്ട് NIT അല്ലെങ്കിൽ IIT എന്ന് പറയുന്നതിന് ആ ഒരു നമ്മൾ നോർമലി ഓറ എന്നൊക്കെ പറയാവുന്ന സാധനം ഉണ്ടല്ലോ, അത് ആക്ച്വലി NITs-നും IITs-നും ഒക്കെ ഉണ്ട്. സോ ആ ഒരു സാധനം ബ്രാൻഡിങ്ങും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ കോളേജ് ഈസ് മോർ ദാൻ അക്കാഡമിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 4 to 5 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 2 മണിക്കൂറൊക്കെ നമുക്ക് അക്കാഡമിക്കലി ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനൊപ്പം ഹോസ്റ്റല്, നൈറ്റ് ക്യാൻറ്റീൻസ്, സ്പോർട്സ് കോംപ്ലക്സ്, ഹാക്കത്തോൺസ്, ടെക് ക്ലബ്സ്, കൾച്ചറൽ ക്ലബ്ബ്. ഞാൻ കൾച്ചറലി പ്രത്യേകിച്ച് നേരത്തെ പറയാൻ വിട്ടതാണ്. ആക്ച്വലി നമ്മുടെ ഞാൻ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഞാൻ പറഞ്ഞു ആ ഒരു സെമസ്റ്ററിലാണ്, ഫസ്റ്റ് സെമസ്റ്ററിലാണ് നമുക്ക് തത്വ സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നിക്കൽ ഫെസ്റ്റ് NIT കാലിക്കറ്റിൽ നടക്കുന്നുണ്ടാവുക. ദെൻ ഈ സെമസ്റ്റർ, അതായത് സെക്കൻഡ് സെമസ്റ്ററിൽ ഈവൻ സെമസ്റ്ററുകളിലാണ് ആക്ച്വലി എന്തുണ്ടാവുക, രാഗം. നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, രാഗം NIT കാലിക്കറ്റിൽ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതും ഏതാണ്ട് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പോലെയുള്ള പ്രോഗ്രാംസും സാധനങ്ങളും ഒക്കെയാണ് നമുക്ക് ഇതൊക്കെ മാനേജ്, ഇതൊക്കെ ആക്ച്വലി സ്റ്റുഡൻറ് റൺ ആയിട്ടുള്ള ഫെസ്റ്റുകളാണ്. അതായത് കംപ്ലീറ്റ്ലി ഇതിന്റെ A to Z കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആ ഫൈനാൻഷ്യൽ പാർട്ട്, മാർക്കറ്റിംഗ് പാർട്ട്. അപ്പോൾ ഇതിലൊക്കെ ആക്ച്വലി എന്താണ്, ഒരു വലിയ എക്സ്പ്ലോഷർ ആയിരിക്കും ഓരോ സ്റ്റുഡന്റിനും NIT കാലിക്കറ്റിൽ പഠിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക എന്നുള്ളതാണ്. ദെൻ മോർ ദാൻ അക്കാഡമിക്സ്, ഞാൻ പറഞ്ഞതുപോലെ ഹാക്കത്തോൺസ്, ഫെസ്റ്റ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഒരു 3 മാസങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് ട്രിപ്പും ട്രാവലിങ്ങും ഒക്കെ ഉണ്ടാകും. അതല്ലാതെ കോളേജുകളിൽ നിന്ന് ഇന്റർ NIT-കൾ അല്ലെങ്കിൽ ഇന്റർ IIT-കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് കോളേജുകളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ. അപ്പം
ആക്ച്വലി നമ്മുടെ ലൈഫ് ആഫ്റ്റർ ജെഇ ബിഫോർ ജെഇ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷറിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതൊരു 4 വർഷം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഞാൻ പല അലൂമിനീസൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, ജീവിതത്തിന്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു 4 വർഷമായിരിക്കും ആക്ച്വലി അവിടെ പഠിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. ദെൻ ഞാൻ ഫൈനലി പറയാ, ജെഇ ഈസ് എ കോമ്പറ്റീറ്റീവ് എക്സാം. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുക. മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തം, അതായത് വേറൊരാളെ വെച്ചിട്ട് കമ്പയറോ കാര്യങ്ങളോ ചെയ്യാതെ നമ്മളെ സ്വന്തം എഫേർട്ട് നമ്മളിലേക്ക് ഇടുക. ദെൻ സെൽഫ് ഡൗട്ട് ഇല്ലാതെ മുമ്പോട്ട് പോവുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.